ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Looknview. എല്ലാവർക്കും Looknviewയിലോട്ട് സ്വാഗതം. ദിസ് ഈസ് മീ റിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു DIY കുഷ്യനാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പം ഇത് ഫുള്ളായിട്ടൊരു കുഷ്യനാണ്, അതായത് കുഷ്യൻ കവറ് പ്ലസ് അതിനുള്ളിൽ കുഷ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം ഇതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേകതരം മെറ്റീരിയലാണ്. ഇത് 2 ലെയറുണ്ട്. ഇതിന് ഇങ്ങനെ സ്ക്വയർ പോലെയാണ്. അപ്പോൾ 2 ലെയറുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം ഇത് ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു അളവെന്ന് പറഞ്ഞാൽ, ഇതിന് നീളം വരുന്നത് 18 ഇഞ്ചാണ്, വീതിയും 18 ഇഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുഷ്യൻ വേണ്ടത് ഏകദേശം ഒരു 16 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയുമാണ്. അപ്പോൾ ഞാനപ്പോൾ ഒരു 2 ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് 2 സൈഡിലുമായിട്ട്. അത് നീളം വീതി നമ്മൾ 18 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് സ്ക്വയർ ഷേപ്പിൽ. അതിനുശേഷം ഞാൻ ഇത് ഡയഗണലായിട്ട് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇത് 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ വേറൊരു മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട്. അതൊരു ക്രീം ഷെയ്ഡാണ് വരുന്നത്. അത് ഒറ്റ ലെയറാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. 18 ഇഞ്ച് നീളവും 18 ഇഞ്ച് വീതി തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ടും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ നല്ല ഭാഗം ഇതാണ് വരുന്നത്, ഇതിൻ്റെ നല്ല ഭാഗം ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. അതായത് ചീത്ത ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു ലെയറും ഇത് മറ്റേ ലെയറും. അപ്പോൾ നമ്മളിനി വെക്കുമ്പോൾ രണ്ടും ഒരേ ഷെയ്ഡ്സ് ഒരേ എൻഡിൽ വരണം, അതുപോലെ വേണം നമ്മൾ വെക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം ഷെയ്ഡ് ഈ ഒരു എൻഡിലും ബ്ലാക്ക് ഷെയ്ഡ് ഈ ഒരു എൻഡിലാണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ സിബ് വെക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ഇൻവിസിബിൾ സിബാണ്. ഇതൊരു ക്രീം ഷെയ്ഡാണ്. അപ്പോൾ ഇതിന് മാച്ച് ആവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ സൈഡിലാണ് സിബ് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബ്ലാക്ക് ആണ് സിബ് എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിൻ്റെ എടുത്ത് വെക്കാം. അപ്പം നമുക്ക് ആദ്യം ഇനി ഈ ഒരു സൈഡിൽ നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. നമ്മൾ സിബ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ സിബ് തുറന്നിട്ടിട്ട് ഒരു പകുതിയെങ്കിലും നമ്മൾ തുറന്നിടുക. അതിനുശേഷം നമ്മൾ ഇത് മറച്ച് വെച്ചിട്ട് നമ്മൾ 3 സൈഡും നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 3 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സിബ് ഇവിടെ ഓപ്പൺ ചെയ്ത ഭാഗത്തൂടെ നമ്മൾ ഇത് പുറത്തേക്ക് എടുക്കുക. ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉൾഭാഗത്ത് ജസ്റ്റ് നമ്മൾ എല്ലാ നൂലും കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡും നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല നീറ്റായിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഫില്ല് ചെയ്യാണ്. ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് ഫില്ല് ചെയ്യുന്നില്ല. പകരം നമ്മൾ വേറൊരു തുണിയിൽ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ തുണികളാണ് എടുക്കുന്നത്. ഇതുപോലത്തെ തുണികൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഇതുപോലത്തെ കുഞ്ഞു കഷ്ണമുള്ള തുണികളാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനത്തെ വേസ്റ്റ് തുണികളാണ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുഷ്യൻ കവർ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇതുപോലെ ഞാൻ വേറൊരു തുണി നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്ക്വയറായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് 3 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ.
ഇത് എപ്പോഴും ഇതുപോലെ ചെറിയ ചെറിയ പീസായിരിക്കണം. വലിയ പീസാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെയൊക്കെ വലിയ പീസാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഹാർഡായിട്ട് പോകും കുഷ്യൻ. അപ്പോൾ ഇത് സോഫ്റ്റായി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മതിയാവും. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കുഷ്യൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ കുഷ്യൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.